ഇത് ചെന്നിനായകം ആണ്. അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. മുസാമ്പരം എന്ന് പറയും, അല്ലെങ്കിൽ അലോവേര ഗം എന്ന് പറയും. ഈ ഒരു സബ്സ്റ്റൻസ് നമ്മൾ അലോവേര ജെല്ലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പണ്ട് കാലം മുതലേ നമ്മൾ ഈ ചെന്നിനായകം എന്ന് കേൾക്കുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന മെയിൻലി ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ നടത്തുന്ന അമ്മമാർ അത് നിർത്താൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം റീസെൻ്റ്ലി ഞാൻ ശനിനായകത്തിൻ്റെ ഒരു യൂസ് അറിഞ്ഞത് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഒരു ചതവ് അല്ലെങ്കിൽ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ ഈ ചെന്നിനായകം കൊണ്ടൊരു മരുന്നുണ്ടാക്കി അത് നമ്മൾ യൂസ് ചെയ്താൽ പെട്ടെന്ന് നീർക്കെട്ട് വലിയും എന്ന് ഞാൻ കേട്ട് അതിൻ്റെ ബേസിലാണ് ഞാനിത് മേടിച്ചത്. ആയുർവേദ മരുന്നുകളൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ എല്ലാ ഐറ്റംസും കിട്ടുന്ന പച്ചമരുന്ന് കടയില്ലേ, അവിടെയാണ് മെയിൻലി ഈ ഒരു സംഭവം നമുക്ക് കിട്ടുന്നത്. ഞാൻ ചെന്നപ്പോൾ എന്നോട് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീർക്കെട്ടൊക്കെ വലിയാനാണ്. അപ്പോൾ ഒരു ടാബ്ലറ്റ് ഉണ്ട്, അതാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു ചെന്നിനായകത്തിന് എന്താ കുഴപ്പം, എനിക്ക് ചെന്നിനായകം മതി എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് മേടിച്ചുകൊണ്ട് വന്നത്. ആക്ച്വലി ഞാൻ ചെന്നിനായകം അകലെ നിന്ന് തന്നെ കാണിച്ചിട്ട് ഇതാ ചെന്നിനായകം, ഇത് മതിയോ എന്ന് ചോദിച്ചിട്ട് കുറച്ചും കൂടെ നല്ലത് ഇതാണെന്നാണ് പറഞ്ഞത്. കാരണം അപ്പം ഞാൻ വിചാരിച്ചത് എന്താണ് ഈ ചെന്നിനായകത്തിന് കുഴപ്പം എന്ന് വിചാരിച്ച് ഞാൻ ചെന്നിനായകം മേടിച്ചുകൊണ്ട് വന്നു. സത്യത്തിൽ ചെന്നിനായകത്തിന് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കാണാനൊക്കെ ഒരു ഭംഗിയുള്ളൂ, പക്ഷേ അതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്നൊരു സ്മെല്ലല്ല കേട്ടോ. അത് ഭയങ്കര ഹെഡേക്കൊക്കെ ഉണ്ടാകാനായിട്ട് വളരെ അധികം ചാൻസ് ഉണ്ട്. നമ്മുടെ എന്താ പറയുന്നത്, ഒരു മൂക്കിലേക്കൊക്കെ തുളച്ച് കയറുന്ന ഒരു ഡേർട്ടി സ്മെല്ലാണ് ഈ പഞ്ചൻ സ്മെല്ലെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത്തരം ടൈപ്പ് ഓഫ് ഒരു സ്മെല്ല്. ഇത് ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെന്നിനായകം ഇത് ഭയങ്കര ഒരു ഹാർഡായിട്ടിരിക്കുന്ന സബ്സ്റ്റൻസാണ്. അത് കുറച്ച് ചൂടുവെള്ളം യൂസ് ചെയ്ത് നമ്മൾ നല്ലോണം അലിയിപ്പിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. അതിൽ നമ്മൾ കോഴിമുട്ടയുടെ വെള്ള ചേർക്കണം. എന്നിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ നീർക്കെട്ടുള്ളത് അല്ലെങ്കിൽ ചതവുള്ളത് അവിടെ ഇത് അപ്ലൈ ചെയ്യുക. ഇതാണ് പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡ്. ഞാനിത് ആക്ച്വലി ഈ ഒരു ഫുള്ള് ചെന്നിനായകവും എടുത്ത് ഒരുപാട് എഫേർട്ടിട്ട് ഞാനിത് ഉണ്ടാക്കിയിട്ട് എനിക്കിതിൻ്റെ ഒരു നേരമേ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്കിതിൻ്റെ സ്മെല്ല് എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഹെഡേക്കായി. പിറ്റേ ദിവസം എനിക്കിതിൻ്റെ അടുത്ത് പോലും വരാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞു. അപ്പം ഇത് ആക്ച്വലി പെട്ടെന്ന് ഇത് യൂസ് ചെയ്താൽ മാറും എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ലൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മേടിച്ച് യൂസ് ചെയ്യാം. അല്ലാത്ത ആളുകൾ മേടിക്കാൻ പോകരുത്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. പിന്നെ ചില ആളുകളൊക്കെ ചെന്നിനായകം മുട്ടയുടെ വെള്ളയും കൂടെ മിക്സ് ചെയ്ത് ചിലർ കഴിക്കും. ഈ ചെന്നിനായകം കഴിക്കുന്ന ആളുകളുണ്ടോ, എനിക്കറിയില്ല അവരൊക്കെ എങ്ങനെയാണ് കഴിക്കണേന്ന്. നമ്മുടെ ശരീരത്തിനുള്ളിലെ നീർക്കെട്ടൊക്കെ മാറാനായിട്ട് ബെസ്റ്റാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.